ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. കോവിഡിന് മുൻപും ശേഷവും എന്ന രീതിയിലാണ് ഈ മാറ്റങ്ങൾ. 10 കൊല്ലം മുൻപ് സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാസർഗോഡ് പൈവിളികയിൽ 15-കാരിയും 42-കാരനും തമ്മിലുള്ള സൗഹൃദവും ആ പെൺകുട്ടിയുടെ ആത്മഹത്യയും ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതിയാണ് ഈ മാറ്റങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പരാതി കിട്ടിയാൽ ഒളിച്ചോട്ടമെന്ന് വിധിയെഴുതുന്ന പോലീസ് കാലം മാറിയതറിഞ്ഞില്ലേ? മകളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് നീതി കിട്ടാൻ നിയമ പോരാട്ടം നടത്തേണ്ട അവസ്ഥ. കുട്ടിയെ നഷ്ടപ്പെട്ട കുടുംബത്തിന് വേറെ ആരുമില്ല എന്ന് തോന്നാതിരിക്കാനാണ് കേസിൽ ഇടപെടുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതെ, ഈ നാട്ടിലെ നീതിപീഠത്തിൽ ഒരു ജനത വിശ്വാസമർപ്പിക്കുന്നുണ്ട്. പൈവിളികയിൽ 15-കാരിയെ കാണാതായ കേസ് പോലീസിന് മാത്രമല്ല, ഓരോ മാതാപിതാക്കൾക്കും പാഠമാകേണ്ടതാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് പൈവിളികയിൽ 15 വയസ്സുകാരിയെ കാണാതായപ്പോൾ ഒളിച്ചോടിയതാണെന്ന നിഗമനത്തിലെത്തിയത് ആദ്യത്തെ തെറ്റ്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കാതിരുന്നത് ഗുരുതര പിഴവ്. 7 ദിവസത്തിന് ശേഷം മാത്രം പോലീസ് നായയെ നിയോഗിച്ചതിലും വീഴ്ച. പൈവിളികയിൽ 15 വയസ്സുകാരിയും 42-കാരനും ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസ് വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ് ഹൈക്കോടതി. പോലീസ് അന്വേഷണത്തെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നാണ് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകളിൽ കൂടുതൽ ജാഗ്രത കാട്ടണമെന്നും ഈ കേസ് പോലീസിന് പാഠമാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കാസർഗോഡ് 15 വയസ്സുകാരിയെ കാണാതായ കേസിൽ മാതാപിതാക്കളുടെ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി പോലീസിന് നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പോലീസ് അന്വേഷണത്തെക്കുറിച്ച് വിശദീകരണം നൽകണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്നും അന്വേഷണം മോശമായ രീതിയിലല്ല നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലായതായി ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP ഹേമലത എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ആത്മഹത്യയെന്ന് ഒറ്റയടിക്ക് എഴുതി തള്ളേണ്ടതില്ലെന്നും കൊലപാതകമടക്കം എല്ലാ സാധ്യതകളും പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. കുട്ടിയുടെ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ട്? കേസ് അന്വേഷണത്തിൽ മുൻവിധി പാടില്ല. പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതിനാൽ പോക്സോ കേസ് എന്ന ദിശയിൽ അന്വേഷിക്കാമായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പരാതി സമർപ്പിച്ചതിന് ശേഷമുണ്ടായ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു മനസ്സിലാക്കി. കുട്ടിയെ നഷ്ടപ്പെട്ട കുടുംബത്തിന് വേറെ ആരുമില്ല എന്ന് തോന്നാതിരിക്കാൻ കൂടിയാണ് ഇടപെടുന്നതെന്ന് കോടതി വ്യക്തമാക്കി. കാണാതായത് പെൺകുട്ടിയാണെന്ന ജാഗ്രത അന്വേഷണത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പോലീസിന്റെ വിശദീകരണം. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ സംബന്ധിച്ചുള്ള കേസുകളിൽ എപ്പോഴും പോക്സോ എന്നത് മനസ്സിലുണ്ടാകണം. ഒരു പെൺകുട്ടിയെയോ സ്ത്രീയെയോ കാണാതായാൽ പെട്ടെന്ന് തന്നെ നടപടികൾ കൈക്കൊള്ളണം. എന്തുകൊണ്ടാണ് കുട്ടിയെ കാണാതായി 7 ദിവസത്തിന് ശേഷം പോലീസ് നായയെ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളും കോടതി ആരാഞ്ഞു. ഫെബ്രുവരി 12-ന് കാണാതായ 15-കാരിയെയും അയൽവാസിയായ പ്രദീപിനെയും കഴിഞ്ഞ ദിവസമാണ് വീടിനടുത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ആഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ കേസ് ഇനി പോലീസിന് പാഠമാക്കണമെന്ന നിരീക്ഷണം നടത്തിയ ഡിവിഷൻ ബെഞ്ച് കേസ് ഡയറിയുടെ പകർപ്പ് വേണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം അംഗീകരിച്ചില്ല. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പിനിടെ ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് പ്രതി അഫാൻ. പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെ പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു അഫാന്റെ മൊഴി. എലിവിഷം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനിടെ അഫാൻ ഇളയ മകനെ കൂടാതെ മറ്റ് 4 പേരെ കൂടി കൊലപ്പെടുത്തിയെന്ന് പോലീസ് ഷെമിയെ അറിയിച്ചു. ഇതെല്ലാം നെഞ്ചുപൊട്ടുന്ന വേദനയോടെ കേട്ട ആ അമ്മ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്.
മകനെ കാണണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖത്തും ശരീരഭാഷയിലും യാതൊരു ഭാവഭേദവുമില്ലാതെ രണ്ടാം ഘട്ട തെളിവെടുപ്പിലും പോലീസിനോട് അഫാൻ കൊടും ക്രൂരകൃത്യത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് കണ്ടതിനാലാണ് ഭാര്യ സജിതയെയും വകവരുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. മൃതദേഹത്തിന് സമീപമിരുന്ന് സിഗരറ്റ് വലിച്ച ശേഷമാണ് വീട് വിട്ടിറങ്ങിയത്. ഇതിനിടെ ഇവിടെ നിന്ന് കൈക്കലാക്കിയ മൊബൈൽ ഫോണും വീടിന്റെ താക്കോലും സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. അഫാനുമായി നടത്തിയ തെളിവെടുപ്പിനിടെ ഈ സാധനങ്ങൾ വീട്ടുപരിസരത്ത് നിന്ന് കണ്ടെടുത്തു. അഫാൻ പറഞ്ഞ മൊഴികളുമായി ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ അബ്ദുൾ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നതിലൂടെ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കിളിമാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പേരമലയിലെ അഫാന്റെ വീട്ടിലെത്തി എതിരാളികളെ ആക്രമിക്കാനായി വാങ്ങിക്കരുതിയിരുന്ന 1 കിലോയോളം വരുന്ന മുളക് പൊടി കണ്ടെത്തി. പിന്നീട് സിഗരറ്റ്, എലിവിഷം, ചുറ്റിക, പെപ്സി, മുളക് പൊടി, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പല രീതിയിലുള്ള ഞരമ്പ് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാട്ടുന്നവരും അവരുടെ നഗ്നത കണ്ട് രസിക്കുന്നവരും ഒരുപോലെ അപകടകാരികളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സുമാരടക്കമുള്ള ജീവനക്കാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ചത് ഒരു നേഴ്സിംഗ് ട്രെയിനിയായ യുവാവാണ്. വനിതാ നേഴ്സ് വസ്ത്രം മാറാൻ എത്തിയപ്പോഴാണ് ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത്. കേസിൽ മാഞ്ഞൂർ സ്വദേശി ആൻസനെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം 1 മാസം മുൻപാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആൻസണും മറ്റ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും വസ്ത്രം മാറുന്ന മുറിയിലാണ് സംഭവം. ആൻസൺ മുറിയിൽ കയറിയതിന് തൊട്ടു പിന്നാലെ എത്തിയ വനിതാ നേഴ്സാണ് ക്യാമറ ഓണായ നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു. പരാതി പോലീസിന് കൈമാറി. ഗാന്ധിനഗർ SHO T ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചാണ് ആൻസനെ കസ്റ്റഡിയിലെടുത്തത്. ഒരു മാസം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ട്രെയിനിയായി ആൻസൺ എത്തിയത്. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ട്രെയിനിങ്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത പോലീസ് കൂടുതൽ സംഭവങ്ങൾ സമാനമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരും ഫോളോവേഴ്സുമുള്ള യൂട്യൂബർമാരും ഇൻഫ്ലുവൻസർമാരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊപ്പം റീൽസ് എടുക്കാനും കൊളാബ് ചെയ്യാനും അവസരം നോക്കിയിരിക്കുന്ന പെൺകുട്ടികളെയും കാണാം. ഇങ്ങനെയുള്ളവരുടെ പിന്നാലെ പോയാൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ പെൺകുട്ടികൾ അറിയണം. ആലപ്പുഴയിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചത് ഒരു യൂട്യൂബറാണ്. യുവതിയുടെ പരാതിയിൽ ഇരവുകാട് സ്വദേശി ഹാഫീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുമിച്ച് റീൽസ് എടുക്കാമെന്നും കൊളാബ് ചെയ്യാമെന്നും പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചായിരുന്നു പീഡനം. ആലപ്പുഴ ചേർത്തല സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തൃക്കണ്ണൻ എന്ന ഹാഫിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഒരുമിച്ച് റീൽസ് എടുക്കാമെന്നും കൊളാബ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇയാൾ യുവതിയെ കൂടെ കൂട്ടിയത്. തുടർന്ന് ഇരുവരും ഒന്നിച്ച് റീൽസും ചെയ്യാൻ തുടങ്ങിയിരുന്നു. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഹാഫിസിന്റെ ഇരവുകാടുള്ള വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത്. ഒരു വർഷത്തോളമായി യുവതിയും ഹാഫിസും അടുപ്പത്തിലായിരുന്നു. എന്നാൽ ഹാഫിസ് ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കി പിന്മാറിയെന്നും യുവതി പറയുന്നു. അതേസമയം യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും പിന്നീടുണ്ടായ വഴക്ക് മൂലം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നുമാണ് ഹാഫിസ് പോലീസിന് മൊഴി നൽകിയത്. മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ്. പെട്രിക്കെന്നാണ് പേര്. ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിന് ശേഷം ഇയാൾ ഇതേപോലെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പ്രതി എന്താ പറയുന്നത്? പ്രതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞതാണ് പറയുന്നത്. 3.5 ലക്ഷം ഫോളോവേഴ്സാണ് 25-കാരനായ ഹാഫിസ് എന്ന തൃക്കണ്ണനുള്ളത്. ഇയാളുടെ ഓരോ റീലിനും സോഷ്യൽ മീഡിയയിൽ നിരവധി കാഴ്ചക്കാരുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. നടൻ രജനീകാന്തിൻ്റെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുമെന്ന് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ഒരു സിനിമാ താരത്തെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ നേട്ടമായിരിക്കും അത്. ഇങ്ങനെ രജനീകാന്തിൻ്റെ ജയിലർ 2-വിൽ നായികയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നടി ഷൈനസ് ആറിയിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമമുണ്ടായത്. ഫോണിൽ ബന്ധപ്പെട്ടയാൾ തമിഴ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിനായി 12,500 രൂപ ചോദിച്ചു. മറ്റു താരങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ഷൈനി ന്യൂസ് 18നോട് പറഞ്ഞു. ഞായറാഴ്ചയാണ് സുരേഷ് കുമാർ കാസ്റ്റിംഗ് എന്ന പേരിൽ തട്ടിപ്പ് സംഘം ഷൈനിയെ ബന്ധപ്പെട്ടത്. ജയിലർ 2-വിൽ രജനീകാന്തിന്റെ ഭാര്യയായി അഭിനയിക്കാൻ അവസരമെന്നായിരുന്നു വാഗ്ദാനം. ഓൺലൈനിൽ ഓഡിഷനും നടത്തി. ശേഷം തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് തിരക്കി. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 12,500 രൂപ തന്നാൽ ആർട്ടിസ്റ്റ് കാർഡ് നൽകാമെന്നും വാഗ്ദാനം നൽകി. ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആർട്ടിസ്റ്റ് കാർഡിൻ്റെ ആവശ്യമില്ല, പക്ഷേ തമിഴ്നാട്ടിൽ അതിന് ആവശ്യമുണ്ട്. 12,650 രൂപയാവും. അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ കാർഡ് എടുത്തു തരാൻ സഹായിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തരൂ, ഞാൻ മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപ്പോൾ ആ പറഞ്ഞ സമയത്താണ് ഞാൻ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു. പക്ഷേ ഇതെനിക്കൊരു ഡൗട്ടായി, ഈ ആർട്ടിസ്റ്റ് കാർഡിന് ഇത്രയും രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. സുഹൃത്ത് മാല പാർവതിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ഷൈനി പറയുന്നു. അവസരം നൽകാൻ പണം ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും ഷൈനി പറയുന്നു. ന്യൂസ് 18 കൊച്ചി. വിദ്യാർത്ഥികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപകർ. എന്നാൽ ആലപ്പുഴ ചേർത്തലയിലെ ഒരു പ്രധാന അധ്യാപിക തട്ടിപ്പിനെക്കുറിച്ചുള്ള പാഠങ്ങളാണ് പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയത്. ചേർത്തല ഗവൺമെൻറ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. രക്ഷിതാക്കളുടെയും സഹപ്രവർത്തകരുടെയും പേരിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയായിരുന്നു തട്ടിപ്പ്. KSFE പട്ടണക്കാട് ശാഖാ മാനേജറുടെ പരാതിയിൽ അധ്യാപിക സീതയ്ക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും അവർ ഒളിവിലാണ്. കേസിൽ പോലീസിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പും KSFE വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. രക്ഷിതാക്കൾ, അധ്യാപകർ, താൽക്കാലിക ജീവനക്കാർ എന്നിവരുടെ പേരിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി 75 ലക്ഷത്തോളം രൂപ KSFE ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രധാന അധ്യാപിക NR സീത തട്ടിയെടുത്തുവെന്ന ഗുരുതര പരാതിയിന്മേലാണ്
പോലീസും വിവിധ വകുപ്പുകളും അന്വേഷണം ആരംഭിച്ചത്. സ്കൂളിലെ 2 താൽക്കാലിക ജീവനക്കാരുടെ പേരിലെന്ന പോലെ തയ്യാറാക്കിയ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകളുടെ കൺഫർമേഷനായി KSFE ജീവനക്കാർ സ്കൂളിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം അറിയുന്നത്. അധ്യാപകർ എന്ന പേരിൽ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ പേരും മേൽവിലാസവും സ്കൂളിലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളുടേതായിരുന്നു. KSFEയുടെ 11ഓളം ശാഖകളിൽ നിന്ന് വായ്പയെടുത്തതായാണ് കണ്ടെത്തൽ. ആർത്തുങ്കൽ, ചേർത്തല, പട്ടണക്കാട്, മുഹമ്മ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് അവരാണ് ഈ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അത് വെച്ച് ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ KSFEയിൽ നിന്ന് മാത്രം 65 ലക്ഷം. മറ്റ് സഹകരണ ബാങ്കുകളുടെ കണക്ക് പുറത്തു വന്നിട്ടില്ല. മറ്റു തരത്തിലുള്ള കൃത്രിമങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ കൃത്രിമങ്ങൾക്ക്, ഈ ക്രിമിനൽ കുറ്റത്തിന് കാരണക്കാരിയായ അവർ ഇപ്പോഴും സർവീസിലിരിക്കുകയാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് തന്നെ തുടർ നടപടിയിലേക്കാണ് സർക്കാർ പോകേണ്ടത്. പക്ഷേ സർക്കാർ ബോധപൂർവം ഇത് വഴിതിരിച്ചു വിടാനും ഇവരെ സംരക്ഷിക്കാനുമുള്ള നടപടി സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. എന്തുമാത്രമല്ല, ചേർത്തല ഗവൺമെന്റ് സർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ട് ബോർഡ് അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSTAയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള നേതാവാണ് ആരോപണ വിധേയയായ NR സീത. വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകൾ കൂടാതെ സ്കൂളിലെ അധ്യാപകരുടെ സാലറി സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച് വ്യാപകമായി വായ്പ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പാൽ വിതരണത്തിനായി അനുവദിച്ച 2 ലക്ഷത്തോളം രൂപയിൽ തിരിമറി നടന്നെന്ന് PTA ആരോപിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിൽ പണം വിനിയോഗിച്ചതിൽ ഉൾപ്പെടെ സംശയകരമായ സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചേർത്തല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. വായ്പയെടുത്ത സംഭവത്തിൽ KSFEയുടെ പരാതിയിൽ ഇപ്പോൾ നിരപരാധികളായ രക്ഷിതാക്കൾ പ്രതി ചേർക്കപ്പെട്ടതോടെ അധ്യാപികയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ലഹരി സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. പാലക്കാട് ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതാണ് ഒടുവിലത്തെ സംഭവം. വടവന്നൂർ സ്വദേശി അബ്ബാസിനെ കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്തതിനാണ് സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ നിരവധി ലഹരി കേസുകളിലും അടിപിടി കേസുകളിലും പ്രതികളെന്നാണ് വിവരം. മാർച്ച് 1 വൈകിട്ട് 3 പേർ പാലക്കാട് കൂട്ടുപാതയിലേക്ക് പോകാൻ അബ്ബാസിന്റെ ഓട്ടോയിൽ കയറി. ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു ആവശ്യം. എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചെന്നും അബ്ബാസ് പറയുന്നു. കഞ്ചാവ് കടത്താനാണെന്ന് അറിഞ്ഞതോടെ പറ്റില്ലെന്നറിയിച്ചു. ഇതോടെ കൂടുതൽ പേർ ചേർന്ന് വീണ്ടും മർദ്ദിച്ചെന്നും അബ്ബാസ് പറയുന്നു. മൂന്ന് പേരെ പാലക്കാട് കസബ പോലീസ് പിടികൂടി. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവർ നിരവധി ലഹരിക്കടത്ത് കേസുകളിലും അടിപിടി കേസുകളിലും പ്രതികളാണ്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്താകമാനം കവർച്ചാ സംഘങ്ങളും മോഷ്ടാക്കളും വിലസുകയാണ്. തിരുവനന്തപുരത്ത് വീട്ടിൽ കയറി വൃദ്ധദമ്പതികളെ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷണം നടത്തിയ സംഘത്തെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കൊല്ലം നഗരഹൃദയത്തിലുള്ള ചിന്നക്കടയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 15 ലക്ഷം രൂപ കവർച്ച ചെയ്തതും ഇന്ന് പുലർച്ചെയാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഞായറാഴ്ച രാത്രി വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവവും ഉണ്ടായി. തിരുവനന്തപുരം നെടുങ്കാട് തിങ്കളാഴ്ച രാത്രി 7:30യോടെയാണ് മോഷണം നടന്നത്. സാധനങ്ങൾ വിൽക്കാനെന്ന വ്യാജേന വൃദ്ധ ദമ്പതികളുടെ വീട്ടിലെത്തിയ മൂവർ സംഘം ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി 4 പവനിലധികം വരുന്ന സ്വർണമാലയും പണവും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു.
CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളും കോട്ടയ്ക്കകം പേരകം സ്വദേശികളുമായ അഖിൽ, സഹോദരൻ അജിത്ത്, അജിത്തിന്റെ പെൺസുഹൃത്ത് കാർത്തിക എന്നിവരെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കൊല്ലം ചിന്നക്കടയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് കവർന്നത്. പുലർച്ചെ 4-നും 4:50-നും ഇടയിലാണ് മോഷണം നടന്നത്. മാസ്ക് ധരിച്ച 2 പേർ കടയ്ക്കുള്ളിൽ പ്രവേശിച്ച് കവർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശുചിമുറിയുടെ വിടവിലൂടെയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. രാവിലെ കട തുറക്കുവാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കടയുടമയുടെ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. കക്കുന്നം ചാലക്കോട് സീജിതിന്റെ വീട്ടിലാണ് കവർച്ചയുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടുകാർ സമീപത്ത് പെരുങ്കളിയാട്ടം നടക്കുന്നിടത്ത് പോയപ്പോഴാണ് മോഷണം. മുൻഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയും മേശവലിപ്പിലുണ്ടായിരുന്ന 20,000 രൂപയും 3/4 പവന്റെ 2 സ്വർണ്ണ മോതിരങ്ങളുമാണ് കവർന്നത്. ചന്ദേര പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി കട്ടപ്പനയിൽ 2 വീടുകളിൽ നിന്ന് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. കട്ടപ്പന വെട്ടിക്കുഴി കവലമറ്റത്തിൽ ജോസിന്റെ വീടിന്റെ ടെറസിൽ നിന്നും 6 കിലോയോളം ഉണങ്ങിയ ഗ്രാമ്പുവും വാലുമ്മൽ തങ്കച്ചന്റെ വീട്ടിൽ നിന്നും 36 കിലോ പച്ച കുരുമുളകുമാണ് മോഷണം പോയത്. കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായി ഗ്രാമം ഡയറക്ടറുമായ KN ആനന്ദകുമാർ അറസ്റ്റിൽ. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. സൈക്കിൾ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സഹപാഠിയിൽ നിന്ന് മർദ്ദനമേറ്റത്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നും കുഞ്ഞിന്റെ കൊലുസ് മോഷ്ടിച്ച ആൾ പിടിയിലായത് കൊട്ടാരക്കര സ്വദേശി സുരേഷ്. നെയ്യാറ്റിൻകരയിൽ മെഡിക്കൽ ഷോപ്പിന് നേരെ ആക്രമണം നടത്തിയ സംഘത്തിലെ 3 പേർ പിടിയിലായത് മഞ്ചവിളാകം സ്വദേശി ജിത്തു, ധനുവച്ചപുരം സ്വദേശി ശ്രീരാഗ്, നെടിയാങ്കോട് സ്വദേശി അനൂപ് എന്നിവർ. CPM ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോന്നി പൈനാമൺ സ്വദേശി ആനന്ദൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പാലക്കാട് ഒറ്റപ്പാലത്തെ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കുത്തേറ്റു. പരിക്കേറ്റത് പാലപ്പുറം സ്വദേശികളായ വിഷ്ണു, സിനുരാജ്, വിനീത് എന്നിവർക്ക്. കണ്ണൂരിൽ CPM BJP സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. പാനൂർ കൊല്ലമ്പറ്റ സ്വദേശി ഷൈജുവിനാണ് വെട്ടേറ്റത്. കാസർഗോഡ് ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. മാസ്തിക്കുണ്ട് സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് പിടികൂടിയത്. രാത്രി സമയങ്ങളിൽ സ്വന്തം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം യാത്ര ചെയ്യാനും പുറത്തിറങ്ങാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ലഹരി മാഫിയയും അക്രമികളും അഴിഞ്ഞാടുന്ന ഈ നാട്ടിൽ ഭാര്യയോടും സഹോദരിയോടും മകളോടുമൊപ്പം രാത്രിയിൽ പുറത്തിറങ്ങാൻ ഭയം തോന്നുന്നു. കൊച്ചി നഗരത്തിൽ വൈകിട്ട് നടക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെയായി കുടുംബങ്ങളടക്കം തടിച്ചുകൂടുന്ന സ്ഥലമാണ് ക്യൂൻസ് വാക്ക് വേ. ഇവിടെ കഴിഞ്ഞ രാത്രി ഭർത്താവിനൊപ്പം എത്തിയ യുവതിയുടെ തോളിൽ 2 ചെറുപ്പക്കാർ കൈയിടുന്നു. ചോദ്യം ചെയ്ത ഭർത്താവിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. സഹോദരനൊപ്പം എത്തിയ പെൺകുട്ടിക്ക് നേരെയും അതിക്രമമുണ്ടായി. പോലീസ് എത്തിയില്ലായിരുന്നുവെങ്കിൽ ആ യുവതികളുടെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രാത്രിയാകുമായിരുന്നു അത്. കേസിൽ മലപ്പുറം സ്വദേശികളായ അബ്ദുൽ ഹക്കീം, അൻസാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത ലഹരി സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ പോലീസിനും ഭരണകൂടത്തിനും കഴിയണം. ഇല്ലെങ്കിൽ ഈ നാടിൻ്റെ പോക്ക് അപകടത്തിലേക്കാകും. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.